ഇന്ത്യൻ ഭരണഘടന അതിന്റെ ആമുഖത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് വെറുമൊരു ഇൻട്രൊഡക്ഷൻ അല്ലാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവ്, അതിന്റെ ഒരു വഴികാട്ടി എന്നൊക്കെ പറയാം. അപ്പോ ഈ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നിച്ചു നോക്കിയാലോ? ആദ്യത്തെ വാക്കുകൾ തന്നെ നോക്കൂ. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ. എന്ത് ശക്തമായൊരു തുടക്കമാണല്ലേ? ഇതിന്റെ അർത്ഥം വളരെ വലുതാണ്. അതായത് ഈ ഭരണഘടനയുടെ ആത്യന്തികമായ അധികാരം വരുന്നത് ഏതെങ്കിലും രാജാവിൽ നിന്നോ പുറത്തുനിന്നുള്ള ഒരു ശക്തിയിൽ നിന്നോ അല്ല. അത് വരുന്നത് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ ഓരോ പൗരനിൽ നിന്നുമാണ്. അപ്പോ നമ്മൾ നമുക്ക് തന്നെ നൽകിയ ആ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്താണ് നമ്മൾ പ്രോമിസ് ചെയ്തത്? ആമുഖത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഗംഭീരമായ ആശയങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ആമുഖം ഒരു വെറും ഇൻട്രൊഡക്ഷൻ അല്ലെന്ന്. അതൊരു പ്രഖ്യാപനമാണ്. നമ്മുടെ ഭരണഘടനയുണ്ടാക്കിയവർ വിഭാവനം ചെയ്ത ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ അധികാരത്തിന്റെയൊക്കെ ഉറവിടം എവിടെയാണ്? ഇതെല്ലാം ഈ ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ജനകീയ പരമാധികാരം അല്ലെങ്കിൽ പോപ്പുലർ സോവറനിറ്റി എന്നൊക്കെ പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഇവിടെ അവസാന വാക്ക് ജനങ്ങൾക്കാണ്, നമ്മുടേതാണ്. ഈ ഒരൊറ്റ ആശയം, അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇന്ത്യ എന്ന രാജ്യം സ്വയം എങ്ങനെയാണ് നിർവചിക്കുന്നത്? അതിനുവേണ്ടി നമ്മുടെ ആമുഖത്തിൽ 5 പ്രധാനപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതരം, ജനാധിപത്യം, പിന്നെ റിപ്പബ്ലിക്. ഈ 5 വാക്കുകളാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം തന്നെ രൂപപ്പെടുത്തുന്നത്. ഓരോ വാക്കിനും അതിൻ്റേതായ നല്ല ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോ ആദ്യത്തേത് പരമാധികാരം അഥവാ സോവറിൻ. എന്താണിതിന്റെ അർത്ഥം? വളരെ ലളിതമാണ്. ഇന്ത്യക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ 100% സ്വാതന്ത്ര്യമുണ്ട്. വേറൊരു രാജ്യത്തിനും നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വന്നിടപെടാൻ ഒരധികാരവുമില്ല. നമ്മൾ സ്വതന്ത്രരാണ്. അടുത്ത വാക്ക് സോഷ്യലിസ്റ്റ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ളൂ: രാജ്യത്തിന്റെ സമ്പത്തും വിഭവങ്ങളും കുറച്ചാളുകളുടെ കയ്യിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. പകരം എല്ലാവർക്കും സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമം ഉറപ്പാക്കാൻ നമ്മുടെ ഭരണകൂടം ശ്രമിക്കണം. അതാണ് ലക്ഷ്യം. പിന്നെ വരുന്നു മതേതരം അല്ലെങ്കിൽ സെക്കുലർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണിത്. നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായി ഒരു മതവുമില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്, ഒരുപോലെ ബഹുമാനിക്കുന്നു, സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഓരോ പൗരനും അവനവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അല്ലെങ്കിൽ ഒന്നിലും വിശ്വസിക്കാതിരിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അടുത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെ. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. അതായത് നമ്മളെ ഭരിക്കേണ്ടത് ആരാണെന്ന് നമ്മൾ തന്നെ വോട്ട് ചെയ്ത് തീരുമാനിക്കുന്നു. സിമ്പിൾ. ഈ 5 അവസാനത്തത് റിപ്പബ്ലിക്. എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? നമ്മുടെ രാഷ്ട്രത്തലവൻ, അതായത് പ്രസിഡന്റ്, പാരമ്പര്യമായി കിരീടം വെച്ച് വരുന്ന ഒരു രാജാവോ രാജ്ഞിയോ ഒന്നുമല്ല. അദ്ദേഹത്തെ നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു റിപ്പബ്ലിക്കും ഒരു മൊണാർക്കിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പക്ഷേ ഇവിടെ രസകരമായൊരു കാര്യമുണ്ട്. ഈ സോഷ്യലിസ്റ്റ്, മതേതരം എന്നീ 2 വാക്കുകളുണ്ടല്ലോ, അത് ഭരണഘടനയുടെ തുടക്കത്തിൽ നമ്മുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് 1976 നടന്ന 42ാം ഭേദഗതിയിലൂടെയാണ് ഈ വാക്കുകൾ കൂട്ടിച്ചേർത്തത്. അത് നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന വളരെ നിർണായകമായൊരു മാറ്റം തന്നെയായിരുന്നു. അപ്പോ രാജ്യത്തിന്റെ സ്വഭാവം നിർവചിക്കുന്ന ആ 5 വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് ഈ രാജ്യം അതിലെ പൗരന്മാർക്ക്, അതായത് നമുക്കോരോരുത്തർക്കും എന്തൊക്കെയാണ് ഉറപ്പ് നൽകുന്നത്, ആ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 പ്രധാനപ്പെട്ട തത്വങ്ങളാണ് ഇവിടെ പറയുന്നത്: നീതി, സ്വാതന്ത്ര്യം, സമത്വം, പിന്നെ സാഹോദര്യം. ഈ 4 കാര്യങ്ങളാണ് ഒരു പൗരന്റെ അവകാശങ്ങളുടെയും അന്തസ്സിന്റെയുമൊക്കെ അടിത്തറയായി മാറുന്നത്. അതിലാദ്യത്തേത് നീതി. നീതി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കോടതിയും വക്കീലിനെയൊക്കെ ഓർക്കും. പക്ഷേ ഇവിടെ പറയുന്നത് അതിലും വലുതാണ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. രണ്ടാമത്തത് സ്വാതന്ത്ര്യം. നമുക്ക് ചിന്തിക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാനും ആരാധിക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം. ഒരു വ്യക്തിക്ക് ശരിയായ രീതിയിൽ വളരാൻ ഇതൊക്കെ അത്യാവശ്യമല്ലേ? അതിന്റെ കൂടെ തന്നെ സമത്വം വരുന്നു. നിയമത്തിനു മുന്നിൽ എല്ലാവരും ഒന്നാണ്. പദവിയിലും അവസരത്തിലുമെല്ലാം സമത്വം ഉറപ്പാക്കണം. ആർക്കും ഒരു പ്രത്യേക പരിഗണനയുമില്ല. ആരോടും വിവേചനവും പാടില്ല. ഇനി
അവസാനത്തേത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, സാഹോദര്യം അഥവാ ഫ്രെറ്റേണിറ്റി. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇന്ത്യക്കാർ ഭാഷയിലും മതത്തിലും സംസ്കാരത്തിലുമൊക്കെ എത്ര വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു കുടുംബമാണ് എന്ന ചിന്ത. രാജ്യത്തിന്റെ ഐക്യത്തിനും ഓരോ വ്യക്തിയുടെയും അന്തസ്സ് കാത്തു സൂക്ഷിക്കാനും ഈ ഒരു ബോധം വളരെ അത്യാവശ്യമാണ്. അപ്പോ ഈ വാക്കുകളൊക്കെ കൊള്ളാം: നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ഇത്രയും ശക്തമായ ഈ ആശയങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്? നമുക്ക് നമ്മുടെ ആമുഖത്തിന്റെ ആ വേരുകളൊന്ന് അന്വേഷിച്ചു പോയാലോ? ഈ ആശയങ്ങൾക്കെല്ലാം പല ഉറവിടങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആമുഖം ലോകത്തിലെ പല നല്ല ആശയങ്ങളുടെയും ഒരു സംഗമമാണ്. നോക്കൂ, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ കടമെടുത്തത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് മൗലികാവകാശങ്ങൾ എന്ന ആശയം നമുക്ക് പ്രചോദനമായി. ബ്രിട്ടനിൽ നിന്ന് പാർലമെന്ററി ജനാധിപത്യം എന്ന രീതിയും. അതോടൊപ്പം നമ്മുടെ സ്വന്തം നേതാക്കളുടെ സംഭാവനകളും വളരെ വലുതാണ്. ഡോക്ടർ അംബേദ്കറുടെ സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് പോലുള്ള ആശയങ്ങളും ഇതിന് ശക്തമായ അടിത്തറവാകി. ഓക്കെ, ഇത്രയും ചരിത്രമൊക്കെയുണ്ട്. 70 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ഡോക്യുമെന്റ്. പക്ഷേ ഇന്നത്തെ ഈ കാലത്ത്, ഈ ഡിജിറ്റൽ യുഗത്തില് ഈ ആമുഖത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അതാണ് അടുത്ത ചോദ്യം. നമുക്ക് നോക്കാം. അല്ലേ, ഇതൊരു നല്ല ചോദ്യമാണ്. 70 വർഷം മുൻപത്തെ വാക്കുകൾക്ക് 21ാം നൂറ്റാണ്ടിൽ പ്രസക്തിയുണ്ടോ? ഉത്തരം തീർച്ചയായും ഉണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നല്ലേ? കാരണം ഈ ആമുഖം ഇന്നും നമ്മുടെ ഭരണ സംവിധാനത്തിന് വഴികാട്ടുന്ന ഒരു ടോർച്ച് പോലെയാണ്. കോടതികൾക്ക് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ ഒരു സംശയം വന്നാൽ അവർ നോക്കുന്നത് ആമുഖത്തിലേക്കാണ്. സർക്കാരുകൾ അധികാരം ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു ധാർമ്മികമായ ചെക്കായി ഇത് പ്രവർത്തിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ മതേതര സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്നതും സാമൂഹിക നീതി ഉറപ്പാക്കുന്ന പല നിയമങ്ങൾക്കും പ്രചോദനമാകുന്നതും ഈ ആമുഖം തന്നെയാണ്. എല്ലാത്തിനുമുപരിയായി നമ്മളെല്ലാവരും ഒന്നാണെന്ന ആ ദേശീയ ഐക്യത്തെക്കുറിച്ച് ഇത് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോ നമ്മൾ തുടങ്ങിയത് ഒരു വാഗ്ദാനത്തിൽ നിന്നാണ്. ഇന്ത്യ സ്വയം നൽകിയ ഒരു വാഗ്ദാനം. 70ൽ കൂടുതൽ വർഷങ്ങൾക്കിപ്പുറം ഇന്നിവിടെ നിൽക്കുമ്പോൾ ഇന്ത്യ അതിലെ പൗരന്മാർക്ക് നൽകിയ ആ മഹത്തായ വാഗ്ദാനം എത്രത്തോളം പാലിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഇതൊരു ചോദ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യം. കാരണം ഈ യാത്ര അവസാനിച്ചിട്ടില്ല. അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.